Hi dears, hearty welcome to today's class. Let us have a short prayer. വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിന് കൂടുതൽ വളരാൻ ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പഠിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലെ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തികളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. How are you? Today we are going to discuss a very important topic, that is algae. ഈ ടൈം നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ് കിണ്ടത്തിലെ 5 ഗ്രൂപ്പുകൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ഗ്രൂപ്പുകൾ? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറഡോഫൈറ്റ്, ജിംനോസ്പെർമ്സ് ആൻഡ് ആൻജിയോസ്പെർമ്സ്. അപ്പോൾ ആൽഗെ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കാണാൻ പോവാണ്. നമ്മൾ കോൺസെൻട്രേഷൻ തരാം. ഓക്കെ, ദ സ്റ്റഡി ഓഫ് ആൽഗെ ഈസ് കോൾഡ്, ആൽഗയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഫൈക്കോളജി എന്നാണ്. ഫൈക്കോളജി എന്ന് വിളിച്ച് ഫൈക്കോളജി. എന്താണ് ഫൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ സ്റ്റഡി ഓഫ് ആൽഗെ ഈസ് കോൾഡ് ഫൈക്കോളജി. റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മൈക്കോളജി. MYCOLOGY എന്നാണ് മൈക്കോളജി. അത് സ്റ്റഡി ഓഫ് ഫംഗസിന് പറയുന്ന പേരാണ്. അത് പിന്നീട് നമ്മൾ. അപ്പോൾ ദ സ്റ്റഡി ഓഫ് ആൽഗെ ഈസ് കോൾഡ് ഫൈക്കോളജി. ഈ ആൽഗയെ കുറിച്ച് ഒത്തിരിയേറെ പഠിച്ച് ധാരാളം കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകിയ ഒരു ഫൈക്കോളജിസ്റ്റ്, അദ്ദേഹമാണ് ഫാദർ ഓഫ് ആൽഗെ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്രിറ്റ്സ്. ഇപ്പോൾ ഫ്രിറ്റ്സ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഫൈക്കോളജി. ഇന്ത്യയില് ആൽഗയെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു ഫൈക്കോളജിസ്റ്റ് ആണ്, MOP അയ്യങ്കാർ. ആൻഡ് ഹി ഈസ് റൈറ്റ്ലി കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി. ഇന്ത്യൻ ഫൈക്കോളജിസ്റ്റ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് MOP അയ്യങ്കാർ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. ഇനി ആൽഗയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നു. ഈ ആൽഗെ പ്രധാനമായിട്ടും അക്വാട്ടിക്, മോസ്റ്റ്ലി ദേ ആർ അക്വാട്ടിക് ഫോംസ്. ഇതിന്റെ ഹാബിറ്റാറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണ്? ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the place where the organism occupies, that is called habitat. അപ്പോൾ ആൽഗയുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്, താമസ സ്ഥലം എന്ന് പറയുന്നത് മോസ്റ്റ്ലി അക്വാട്ടിക് ആണ്. അക്വാട്ടിക് ആകുമ്പോൾ തന്നെ അത് ഫ്രഷ് വാട്ടർ ഫോംസ് ആർ ദേർ, മറൈൻ ഫോംസ് ആർ ദേർ. ശുദ്ധജലത്തില്, പോണ്ടില്, റിവറില്, വെല്ലില് ഒക്കെ കാണുന്ന ആൽഗൽ ഫോംസ് ഉണ്ട്. They are called freshwater algae. അതേപോലെ തന്നെ കടലില്, സമുദ്രത്തിലൊക്കെ കാണപ്പെടുന്ന ആൽഗയുണ്ട്. They are called marine algae. അപ്പോൾ ആൽഗയുടെ ഒരു ഹാബിറ്റാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ they are mostly aquatic, ജലത്തിൽ കാണപ്പെടുന്നു. എന്നാൽ എക്സെപ്ഷണൽ ആയിട്ട് ലാൻഡിൽ കാണപ്പെടുന്ന, സ്റ്റോണിലൊക്കെ പറ്റിപ്പിടിച്ച് കാണുന്ന ചില ആൽഗൽ ഫോംസ് ഉണ്ട്. പാരസൈറ്റിക് ആയിട്ടുള്ള ചില ആൽഗയുണ്ട്, സെഫാലിയോറോസ്, ആർബേല എന്നൊക്കെ പറയുന്ന ആൽഗെ. അത് ചില ലാൻഡ് പ്ലാന്റ്സിൽ പാരസൈറ്റിക് ആയിട്ട് കാണും. ഇപ്പൊ മിക്കവാറും ഒക്കെ ആൽഗൽ മെമ്പേഴ്സ് എങ്ങനെയായിരിക്കും? ഒന്നുകിൽ ഫ്രഷ് വാട്ടർ ഫോംസ് ആയിരിക്കും, അല്ലെങ്കിൽ മറൈൻ ഫോംസ് ആയിരിക്കും. ഇനി ഈ ആൽഗൽ ഫോംസ്, ഈ ആൽഗെ എന്ന് പറയുന്ന ഗ്രൂപ്പ്, ദേ ആർ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ്. നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിൽ ബോട്ടണിയിൽ, അതായത് സെക്കൻഡ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം മൊണീറ പഠിച്ചിരുന്നു അല്ലേ? ആ കിങ്ഡം മൊണീറയെ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? കിങ്ഡം മൊണീറ ഈസ് അതർവൈസ് കോൾഡ് കിങ്ഡം ഓഫ് പ്രോകാരിയോട്സ്. ഇപ്പൊ 2 ടെക്നിക്കൽ ടൈം അവിടെ ആ ടൈം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രോകാരിയോട്ടിക് ഓർഗാനിസംസും യൂകാരിയോട്ടിക് ഓർഗാനിസംസും. എന്താണ് വ്യത്യാസം? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസും യൂകാരിയോട്ടിക് ഓർഗാനിസംസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
പറയാം. പ്രോ മീൻസ് നോട്ട് ക്ലിയർ എന്നാണ്, ഇൻസിപ്പിയന്റ് എന്നാണ്. കാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ന്യൂക്ലിയസ് എന്നാണ്. ശ്രദ്ധിച്ചേ, പ്രോ കാരിയോട്ട് കൊണ്ട് യു കാരിയോട്ട് കൊണ്ട്. യു മീൻസ് ട്രൂ, യു മീൻസ് ട്രൂ. ഇവിടെ നമ്മൾ പറയുന്നത് യു കാരിയോട്ട്. ഇപ്പൊ കാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ്. ഇപ്പൊ യുക്കാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിന്, അല്ലെ ട്രൂ ന്യൂക്ലിയസ് ഉള്ള സെല്ലിന് യുക്കാരിയോട്ടിക് സെൽസ് എന്ന് പറയും. അങ്ങനെ യുക്കാരിയോട്ടിക് സെൽസ് പൊസസ് ചെയ്യുന്ന ഓർഗാനിസത്തെ നമ്മൾ യുക്കാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയും. ഇത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പല ഗ്രൂപ്പുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രൊകാരിയോട്സ്, യുക്കാരിയോട്സ് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഒരു യുക്കാരിയോട്ടിക് സെല്ല്, അല്ലെങ്കിൽ എന്താണ് ഒരു യുക്കാരിയോട്ടിക് ഓർഗാനിസം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ദ സെൽ വിച്ച് പൊസസസ് ട്രൂ ന്യൂക്ലിയസ് ഇൻ ദെയർ സെൽസ്, ദേ ആർ കോൾഡ് യുക്കാരിയോട്ടിക് സെൽസ്. ക്ലിയർ ആണോ? എന്താണ് അപ്പോൾ ഒരു ട്രൂ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സത്യമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ മനസ്സിൽ ഒരു ന്യൂക്ലിയസിനെ കുറിച്ചുള്ള ചിത്രം എന്താണ്? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ്, ഒരു സ്പെറിക്കൽ ഷേപ്പ് ഒക്കെ ആയിരിക്കും അല്ലെ. എന്നിട്ടോ ഒരു ഡബിൾ മെംബ്രെയിനാണ്. സി ദിസ് ഈസ് കോൾഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇതിനിടയ്ക്ക് ചെറിയ പോറ് കാണും. അതിന് നമ്മൾ ന്യൂക്ലിയർ പോർ എന്ന് പറയും. ഇത് ന്യൂക്ലിയർ മെംബ്രെയിനാണ് സാധാരണ. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. NM എന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല. ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെ. ഇത് ന്യൂക്ലിയർ പോറാണ്. ഇതിനിടയ്ക്ക് ചെറിയ ദ്വാരങ്ങളുണ്ട്. അതായത് ഇത് ഇങ്ങനെ ഒരു സെല്ല് ആണ് എങ്കിൽ ആ സെല്ലിലെ ന്യൂക്ലിയസ് ആണ് ഞാൻ പറയുന്നത്. ഈ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറാണ് ഞാൻ പറയുന്നത്. ഈ സൈറ്റോപ്ലാസ്മും ന്യൂക്ലിയസും ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ന്യൂക്ലിയർ പോർ വഴിയാണ്. ഇപ്പൊ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. പിന്നെയോ ഇവിടെ ഒരു മാട്രിക്സ് ഉണ്ട്. ദാറ്റ് മാട്രിക്സ് ഈസ് കോൾഡ്, ഹിയർ യു ക്യാൻ സീ എ മാട്രിക്സ്. ദാറ്റ് മാട്രിക്സ് ഈസ് കോൾഡ് ന്യൂക്ലിയോപ്ലാസം. ഇതിനെന്താണ് പറയുന്നത്? ന്യൂക്ലിയോപ്ലാസം. മർമ്മ ദ്രവ്യം എന്ന് പറയും. ന്യൂക്ലിയസിന് മലയാളത്തിൽ പറയുന്നത് മർമ്മം എന്നാണ്. ഒരു സെല്ലിന്റെ തന്നെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനാണ്. ഇനി ഇതിനകത്ത് യു ക്യാൻ സീ മെനി ക്രോമാറ്റിൻ ഫൈബേഴ്സ്. ഇതൊരു ക്രോമാറ്റിൻ ഫൈബർ, വേറൊരു ക്രോമാറ്റിൻ ഫൈബർ. ഇങ്ങനെ നമ്പർ ഓഫ് ക്രോമാറ്റിൻ ഫൈബേഴ്സ് കാണും. ഈ നമ്പർ ഒരു സ്പീഷ്യസിന് ഡെഫിനിറ്റ് ആയിരിക്കും. ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ സെല്ലിന്റെ ന്യൂക്ലിയസിൽ there are 46 chromatin fibers are there which will be intermingled to form a chromatin reticulum. അപ്പോൾ ഓരോ സ്പീഷ്യസിനും ഡെഫിനിറ്റ് ആയിട്ടുള്ള ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ട്. ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആണ് പിന്നീട് സെൽ ഡിവിഷന്റെ സമയത്ത് ക്രോമസോം ആയിട്ട് മാറുന്നത്. ജനിതക വസ്തുക്കളൊക്കെ അല്ലെ, ജീൻസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ക്രോമസോം, ആ ക്രോമസോം യഥാർത്ഥത്തില് ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് മോഡിഫൈ ചെയ്തുണ്ടാകുന്നതാണ്. ഇപ്പൊ ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആണ് കണ്ടൻസ് ചെയ്തിട്ട് ഓരോ ക്രോമസോം ആയിട്ട് മാറുന്നത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ട്രൂ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ കാണുന്നു, അതിന് ന്യൂക്ലിയർ പോർ ഉണ്ട്, അതിനുള്ളിൽ ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ഇനി അതിനുള്ളില് എന്തുണ്ട്? ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഇന്റർവോവൻ ചെയ്ത് ഒരു ക്രോമാറ്റിൻ റെട്ടിക്കുലം ഉണ്ടാകുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിൻ റെട്ടിക്കുലം. ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ പഠിച്ചു നോക്കണം. ക്രോമാറ്റിൻ റെട്ടിക്കുലം. ആൻഡ് ഹിയർ യു ക്യാൻ സീ എ ന്യൂക്ലിയോലസ് ഓൾസോ. ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോലസ്, മർമ്മകം എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. ഇതാണ് ഒരു ട്രൂ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ. അപ്പൊ ഏതൊക്കെ ഓർഗാനിസത്തില് അതിന്റെ സെല്ലില് ഇത്തരത്തിൽ ട്രൂ ന്യൂക്ലിയസ് ഉണ്ടോ
ആ ഓർഗാനിസംസ് ഒക്കെ എന്താണ്? യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. അപ്പൊ നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന എല്ലാ ഗ്രൂപ്പും യൂക്കാരിയോട്സ് ആണ്. പ്രോകാരിയോട്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ പ്രോകാരിയോട്ട് ആണ്, ആർക്കിയ ബാക്ടീരിയ പ്രോകാരിയോട്ട് ആണ്, സൈനോബാക്ടീരിയ പ്രോകാരിയോട്ട് ആണ്, മൈക്രോപ്ലാസ്മ പ്രോകാരിയോട്ട് ആണ്. സൈനോബാക്ടീരിയയിലെ ബ്ലൂ ഗ്രീൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വരുന്ന ആ കിങ്ഡത്തിനാണ് നമ്മൾ കിങ്ഡം ഓഫ് പ്രോകാരിയോട്സ് അല്ലെങ്കിൽ കിങ്ഡം മുളിറ എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന എല്ലാ ഗ്രൂപ്പുകളും യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ്, യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പോൾ ആൽഗെ they are eukaryotic organisms. They are mostly found in water. They are aquatic. The freshwater forms are there, marine forms are there. Then അടുത്ത ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ വരികയാണ്. ആൽഗയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് സാർ പറഞ്ഞു പോകുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ 2 പോയിന്റ് സാർ പറഞ്ഞു അല്ലേ? ഒന്ന്, ആൽഗെ മിക്കവാറും അക്വാട്ടിക് ആണ്, ജലത്തിൽ കാണുന്നത്. ഫ്രഷ് വാട്ടർ ഫോംസും ഉണ്ട്, മറൈൻ ഫോംസും ഉണ്ട്. ഒരു പോയിന്റ് ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് സാർ പറഞ്ഞത് എന്താണ്? They are eukaryotic organisms എന്നാണ്. ട്രൂ ന്യൂക്ലിയെ പൊസസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. മൂന്നാമത് സാർ പറയുകയാണ്, ഈ താലസ് ഓർഗനൈസേഷന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിലേക്ക് ഒന്ന് പോകാം. അതെന്താണ്? They are autotrophic organisms. മിക്കവാറും ആൽഗകൾ ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിസം എന്ന് പറയുന്നത് ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമാണ്, ന്യൂട്രീഷൻ. അപ്പൊ ആൽഗയുടെ ന്യൂട്രീഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം they are autotrophs. അത് ഓട്ടോട്രോപ്സ് ആണ്, ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആണ്. എന്താണ് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആർ ഓർഗാനിസംസ് which can synthesize their own food materials. അവരുടെ ആഹാര വസ്തുക്കൾ അവർക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. സെൽഫ് ഡിപ്പെൻഡന്റ് ആണ്. അതല്ലാത്ത ഓർഗാനിസത്തിനൊക്കെ നമ്മൾ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെയുള്ള ഓർഗാനിസം. We cannot synthesize our own food materials. We depend on the photosynthetic organisms for our food supply. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഈ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് എന്ന് പറയാം. കാരണം ഇവര് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്നതാണ്. എന്താണ് ഫോട്ടോൺ? ഫോട്ടോൺ മീൻസ് ലൈറ്റ്. ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു? സിന്തസിസ് ഓഫ് ഫുഡ് മെറ്റീരിയൽ നടക്കുന്നു. അതിനവിടെ എന്താണ് ആവശ്യം? ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ആർ നീഡഡ്. അപ്പൊ നോക്കിക്കേ, ക്ലോറോഫിൽ ബെയറിംഗ് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. മിക്കവാറും ആൽഗൽ ഫോംസ് അവർക്ക് തന്നെത്താനെ ആഹാരം നിർമ്മിക്കാനായിട്ട് കഴിയും. അതിന് കാരണം എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു പിഗ്മെന്റ് അവരിലുണ്ട്. ആ പിഗ്മെന്റിന്റെ പേരാണ് ക്ലോറോഫിൽ പിഗ്മെന്റ്സ്. ഗ്രീൻ കളർ പിഗ്മെന്റ്സ് ആണ്. ഇനി ഗ്രീൻ കളർ പിഗ്മെന്റ്സ് ഡോമിനന്റ് ആയിട്ടുള്ള ആൽഗയുണ്ട്, ബ്രൗൺ കളർ പിഗ്മെന്റ്സ് ഡോമിനന്റ് ആയിട്ടുള്ള ആൽഗയുണ്ട്, റെഡ് കളർ പിഗ്മെന്റ്സ് ഡോമിനന്റ് ആയിട്ടുള്ള ആൽഗയുണ്ട്. എന്നാൽ എല്ലാ തരത്തിലുള്ള ആൽഗയിലും ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആയ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ആൽഗകളെല്ലാം എന്താണ്? ഓട്ടോട്രോഫിക് ആണ്, അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആണ്. അവരെ നമ്മൾ വിളിക്കും they are the chief producers in an ecosystem. ഒരു ഇക്കോസിസ്റ്റത്തിലെ തന്നെ പ്രൊഡ്യൂസേഴ്സ്, ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന ഗണത്തിലാണ് നമ്മൾ ഈ ആൽഗൽ ഫോംസിനെ പെടുത്തിയിരിക്കുന്നത്. അതിന്റെ കാരണം അതിന് ആഹാരം നിർമ്മിക്കാനായിട്ട് കഴിവുള്ള ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അവരെന്താണ് ചെയ്യുന്നത്? ഈ ക്ലോറോഫിൽ പിഗ്മെന്റ്സിന് ലൈറ്റ് എനർജിയെ, സൺലൈറ്റ് എനർജിയെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവുണ്ട്. ഈ വർഷം തന്നെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആ സമയത്ത് നമ്മൾ കാണും. ബൈ യൂട്ടിലൈസിംഗ് ദ ലൈറ്റ് എനർജി the green plants are able to, or the photosynthetic organisms or the chlorophyll bearing organisms
can synthesize food materials from inorganic compounds like carbon dioxide and water. കാർബൺ ഡയോക്സൈഡും വാട്ടറും ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റ് എനർജിയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ക്ലോറോഫിൽ ബെയറിംഗ് ആയിട്ടുള്ള ഓർഗനിസത്തിന് ആഹാരം നിർമ്മിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അങ്ങനെ ഈ ആൽഗെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ഓർഗനിസംസ് എന്ന് പറയാനായിട്ട് പറ്റും. ഞാൻ മിക്കവാറും എന്ന് പറയുന്നതിന് കാരണം ഇതിലും എക്സെപ്ഷൻസ് ഉണ്ട്. പാരസൈറ്റിക് ആയിട്ടുള്ള ചില ആൽഗകളുണ്ട്, സിംബയോട്ടിക് ആയിട്ടുള്ള ചില ആൽഗകളുണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. ഇനി അടുത്ത നോക്കിക്കേ, താലസ് ഓർഗനൈസേഷൻ ആണ്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ഇൻ ആൽഗെ. എന്താണ് താലസ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് താലസ് എന്താണെന്ന് പഠിച്ചിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? റിക്ലക്ട് ചെയ്തേ. അൺഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡി ഈസ് കോൾഡ് എ താലസ്. അവിടെ ഞാൻ സ്പൈറോഗേറ ഒരു എക്സാമ്പിൾ ആയിട്ട് വരച്ച് കാണിച്ചിരുന്നു. റൂട്ടായിട്ടോ സ്റ്റെമ്മായിട്ടോ ലീഫായിട്ടോ പ്ലാന്റ് ബോഡി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്ലാന്റ് ബോഡിയെ നമ്മൾ താലസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആൽഗൽ ഫോംസ് ഏതെടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാം algal plant body is not at all differentiated into root, stem and leaf. Algal plant body root ആയിട്ടോ സ്റ്റെം ആയിട്ടോ ലീഫ് ആയിട്ടോ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് താലസ്. അപ്പോൾ ആൽഗൽ ഫോംസ് അതായത് ആൽഗയല്ല, ഒരു താലസ് പ്ലാന്റ് ബോഡി ഉള്ള ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്. അത് തന്നെ വേരിയഡാണ്. ഈ താലസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്, അതിൽ കൊളോണിയൽ ഫോംസ് ഉണ്ട്, അതില് മൾട്ടി സെല്ലുലാർ ഫിലമെന്റസ് ഫോംസ് ഉണ്ട്. ഇപ്പൊ 3 തരങ്ങൾ. അതുപോലെ തന്നെ ഫോളിയേഷ്യസ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഈ താലസ് ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഡൈവേഴ്സ്, ദാറ്റ് ഈസ് വേരിഡ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽഗെ. ഉദാഹരണത്തിന് ക്ലോറല്ല എന്ന് പറയുന്ന ഒരു ആൽഗെ, ക്ലോറല്ല വട്ടത്തിന്, അല്ലെങ്കിൽ ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന ഒരു ആൽഗെ, ഇതിന് ഫ്ലാജെല്ലം ഉണ്ടെന്ന് മിനി. അപ്പോൾ ഇതൊക്കെ യൂണിസെല്ലുലാർ ആൽഗയ്ക്ക് എക്സാമ്പിളാണ്. ഇപ്പൊ യൂണിസെല്ലുലാർ ആൽഗയ്ക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മോണിറ്റർ ശ്രദ്ധിച്ച്, ക്ലാമിഡോമോണാസ്, ക്ലോറല്ല. അപ്പൊ നോൺ മോട്ടൈൽ ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആൽഗയുണ്ട്, മോട്ടൈൽ ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആൽഗയുണ്ട്. അപ്പൊ അതിന്റെ താലസ് എന്ന് പറയുന്നത്, അതിന്റെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ല് മാത്രമാണ്. അതേപോലെ തന്നെ കൊളോണിയൽ ഫോംസ് ഉണ്ട്, വോൾവോക്സ്. മോണിറ്റർ ശ്രദ്ധിക്കുക, വോൾവോക്സ് എന്ന് പറയുന്ന ഫോം ഒരു 10-250 ക്ലാമിഡോമോണാസ് സെൽസ് പോലെയുള്ള സാധനം ഒരു മ്യൂസിലേജിനസ് കവറിംഗിൽ ഇങ്ങനെ കാണുന്നതാണ് വോൾവോക്സ് എന്ന് പറയുന്നത്. Definite number of individual cells that will be covered with a mucilaginous layer and can be functioning as a single individual. അതിന് നമ്മൾ പറയുന്നത് കോളനി എന്നാണ് പറയുന്നത്. അപ്പൊ കൊളോണിയൽ ഫോംസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് വോൾവോക്സ് എന്ന് പറയുന്ന ആൽഗെ. വോൾവോക്സ് is very interesting to see. Okay, then again multicellular organisms ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു യൂണിസെല്ലുലാർ, ഇവിടെ നമ്മൾ പറയുന്നു കോളനി ആയിട്ട്, അതൊരു സിംഗിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ദാറ്റ് വിൽ ബി ബൗണ്ടഡ് വിത്ത് എ മ്യൂസിലേജിനസ് കവർ. ഇനി അതങ്ങനെ അല്ലാത്ത മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള അത് തന്നെ പലതരത്തിലുണ്ട്. ഫിലമെന്റസ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്പൈറോഗൈറ നോക്കുക, സ്പൈറോഗൈറയിൽ ഫിലമെന്റസ് ആണ്, മൾട്ടി സെല്ലുലാർ. ഇനി അതേപോലെ തന്നെ അത് ഫ്ലോട്ടിംഗ് ആണ്, അതായത് ദാറ്റ് വോണ്ട് ബി അറ്റാച്ച്ഡ് ടു ദി സബ്സ്ട്രേറ്റ്. ഇപ്പം വെള്ളത്തിലൊക്കെ അതിന്റെ അടിയിൽ പോയിട്ട് ഹോൾഡ് ഫാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ബേസൽ സെല്ലാണ് അറ്റാച്ച്മെന്റിന് വേണ്ടി നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയും. ഹോൾഡ് ഫാസ്റ്റ്. അപ്പൊ ഹോൾഡ് ഫാസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് സബ്സ്ട്രേറ്റത്തില് അറ്റാച്ച് ചെയ്തിട്ട് ഫിലമെന്റസ് ആയിട്ട്. ഫിലമെന്റസ് തന്നെ ബ്രാഞ്ചഡ് ഉണ്ട്, അൺബ്രാഞ്ചഡ്.
ഇപ്പം സ്പൈറോഗേറ ദാറ്റ് ഈസ് അൺബ്രാഞ്ച്, യൂളോത്രിക്സ് ദാറ്റ് ഈസ് അൺബ്രാഞ്ച്. എന്നാൽ നമ്മൾ കലർപ്പയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചില സ്പീഷ്യസുകളിലേക്ക് വരുമ്പോൾ, അവിടെ ക്ലാഡോഫോറയിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഫിലമെന്റസ് ആയിട്ടുള്ള ആൽഗയെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ താലസ് ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് സോ വെരി ഇൻ ആൽഗെ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ചില കേസിലോ ഈ മൾട്ടി സെല്ലുലാർ ഫിലമെന്റസ് ബ്രാഞ്ച്ഡ് അൺബ്രാഞ്ച്ഡ് എന്ന് മാത്രമല്ല, ചില കേസിൽ ഇത് ഫോളിയേഷ്യസ് ആയിരിക്കും, ഫിലമെന്റസ് ആയിരിക്കും. അപ്പോൾ മൾട്ടി സെല്ലുലാർ ഫോംസ് തന്നെ ഒന്നെങ്കിൽ ഫിലമെന്റസ് ആയിരിക്കും അല്ലെങ്കിൽ ഫോളിയേഷ്യസ്. ഫോളിയേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇല പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റൻഡ് ആയിരിക്കും. അൾവ എന്ന് പറയുന്ന ഒരു മറൈൻ ആൽഗയുണ്ട്, ദാറ്റ് ഈസ് എഡിബിൾ ഓൾസോ, നമുക്ക് തിന്നാനായിട്ട് ട്രൈബൽ ഗ്രൂപ്പൊക്കെ അത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കന്യാകുമാരി സീഷോറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം അളവ് നമുക്ക് പെറുക്കി എടുക്കാനായിട്ട് പറ്റും, കൊണ്ടുവരാനായിട്ട് പറ്റും. യെസ്, അപ്പൊ അവിടെ അത് ഫോളിയേഷ്യസ് ആണ്. അപ്പൊ അത് മൾട്ടി സെല്ലുലാർ ആണ്, എന്നാൽ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ലീഫ് സ്ട്രക്ചർ ആണ്. എന്നാൽ ചിലത് മൾട്ടി സെല്ലുലാർ ആണ്, ബട്ട് ഫിലമെന്റസ് ആണ്. ഇനി ഫിലമെന്റസ് തന്നെ ഞാൻ മെൻഷൻ ദാറ്റ് മേ ബി ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ് എന്ന് നമുക്ക് പറയാനായിട്ട്. ദാറ്റ് മേ ബി ഫ്ലോട്ടിംഗ് ഓർ അല്ലെ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത ചില അറ്റാച്ച്ഡ് ഫോംസ് ആയിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള താലസ് ഓർഗനൈസേഷൻ ആൽഗൽ ഫോംസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊന്ന് ഓർത്തേ, ആൽഗയെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ വിളിച്ച പേരാണ് ഫൈക്കോളജി. ഇന്ത്യയിൽ ഈ ആൽഗയെ കുറിച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി എന്ന് അറിയപ്പെടുന്ന ആളാണ് MOP അയ്യങ്കാർ. ഇനി ആൽഗെ എന്ന് പറയുന്നത് മോസ്റ്റ്ലി അക്വാട്ടിക് ഫോംസ് ആണ്. അതെല്ലാം യുക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. അതിന്റെ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലെ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ്, ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്, the chief producers, ബയോസ്ഫിയറിലെ ഇക്കോസിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇനി നമ്മൾ അതിന്റെ താലസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ് അത് അതിന്റെ ഓർഗനൈസേഷൻ വേരിയഡ് ആണ്. എന്തൊക്കെ തരത്തിലുള്ള ഓർഗനൈസേഷൻ ഉണ്ട്? ഒന്ന് പ്ലാന്റ് ബോഡി ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ആണ്. അതിൽ തന്നെ യൂണിസെല്ലുലാർ ഉണ്ട്, അതിൽ തന്നെ കൊളോണിയൽ ഫോംസ് ഉണ്ട്, അതിൽ തന്നെ മൾട്ടി സെല്ലുലാർ ഫോംസ് ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഫിലമെന്റസ് ഫോംസ് ഉണ്ട്, ഫിലമെന്റസ് അൺബ്രാഞ്ച്ഡ് ഫിലമെന്റസ് ഫോംസ് ഉണ്ട്, ബ്രാഞ്ച്ഡ് ഫിലമെന്റസ് ഫോംസ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഫിലമെന്റസ് ഫോംസ് ഉണ്ട്, അറ്റാച്ച്ഡ് ഫിലമെന്റസ് ഫോംസ് ഉണ്ട്, ഇനിയും ഫോളിയേഷ്യസ് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. ക്ലിയർ ആണോ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദാറ്റ് ഈസ് റീപ്രൊഡക്ഷൻ. മേ ഐ റിപ്പീറ്റ്? Okay, next we are going to discuss reproduction in algae. പ്രത്യുൽപാദനം എങ്ങനെയാണ് ആൽഗയിൽ നടക്കുന്നത്? പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പ്രത്യുൽപാദന രീതികളാണുള്ളത്. നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെ, then asexual reproduction, then sexual reproduction. ഈ 3 തരത്തിലുള്ള റീപ്രൊഡക്ഷനും ആൽഗയിൽ ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് അഫക്റ്റഡ് ബൈ എ പ്രോസസ് കോൾഡ് ഫ്രാഗ്മെന്റേഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. ഫ്രാഗ്മെന്റേഷൻ is a type of vegetative reproduction in which the parent individual breaks into number of fragments, number of pieces. അപ്പോൾ ഇത് ഒരു സ്പൈറോഗൈറ ഫിലമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ സ്പൈറോഗൈറ ഫിലമെന്റ് നമ്പർ ഓഫ് ഫ്രാഗ്മെന്റ്സുകളായിട്ട്, നമ്പർ ഓഫ് പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ആക്സിഡന്റൽ ബ്രേക്കിംഗ് ഓഫ് ദ പാരന്റ് ഇൻഡിവിജ്വൽ ഇൻടു നമ്പർ ഓഫ് ഫ്രാഗ്മെന്റ്സ് ആൻഡ് ഈച്ച് ഫ്രാഗ്മെന്റ് ക്യാൻ ഡെവലപ്പ് ഇൻടു എ കംപ്ലീറ്റ് ഓർഗാനിസം. അപ്പൊ ഇവിടെ ഒരൊറ്റ സ്പൈറോഗൈറ ഫിലമെന്റിൽ നിന്ന് 3 സ്പൈറോഗൈറ നമുക്ക് കിട്ടുകയും ഈ ഒരു ഫ്രാഗ്മെന്റ് that can develop into an individual spirogyra filament. Okay, this can develop into another individual spirogyra filament, and again this may be developing into an individual spirogyra filament. അപ്പോൾ ഒരു സ്പൈറോഗൈറയിൽ നിന്ന് 3 സ്പൈറോഗൈറ. ഇനി ഇതിപ്പോ ഒരു 10 പീസ് ആയിട്ടായിരുന്നെങ്കിലോ 10 സ്പൈറോഗൈറ ഫിലമെന്റ്സ് നമുക്ക് കിട്ടിയത്.
അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേക സ്പോർട്സോ പ്രത്യേക ഗമീറ്റ്സോ ഒന്നും ഉണ്ടാകുന്നില്ല. വെജിറ്റേറ്റീവ് ആയിട്ടുള്ള പാർട്ട് അത് മുറിഞ്ഞ്, ഇത് 2ആയിട്ടോ 3ആയിട്ടോ 10ആയിട്ടോ 15ആയിട്ടോ ആയിട്ട് മുറിഞ്ഞ് ആക്സിഡന്റൽ ബ്രേക്കിംഗ് ഓഫ് ദി പേരന്റ് filament or parent individual into a number of fragments, and each fragment can develop into a complete organism. The process is called fragmentation. That is the common vegetative reproduction method present in algae. Clear? Okay. The second one is asexual reproduction. That is affected by means of the formation of zoospores and aplanospores. ഈ ടേംസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. പുതിയ പുതിയ ടേംസ് ഒക്കെ ചിലപ്പോൾ ബയോളജിയിൽ വരും, ബോട്ടണി ആൻഡ് സുവോളജി. ഇപ്പൊ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും ആൽഗയിൽ നടക്കുന്നത് എന്തൊക്കെ ഫോം ചെയ്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ സൂസ്പോർട്സ് ഫോം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അപ്ലാനോസ്പോർട്സ് ഫോം ചെയ്തുകൊണ്ട്. അപ്പോൾ എന്താണ് സൂസ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. അതിന്റെ ഒരു പ്രത്യേകത മോട്ടൈൽ അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. നമുക്ക് പറയാം ആൽഗയിലെ മോട്ടൈലായിട്ടുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനാണ് എന്ത് പറയുന്നത്? സൂസ്പോർട്സ് എന്ന് പറയുന്നത്. മോണിറ്റർ നോക്കുക, നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസ് ഒക്കെ കാണാം. ഓക്കെ. എന്നാൽ അപ്ലാനോസ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. ഇപ്പൊ ചില സ്പീഷീസിന് the asexual reproduction that is affected by the formation of the motile zoospores. ഏകദേശം താമ്രാവകാശത്തെ പോലെ ഇരിക്കും മോർഫോളജിക്കലായിട്ട്, പക്ഷെ ഫങ്ഷണലി ഡിഫറെന്റ് ആയി. ദെൻ അപ്ലാനോസ്പോർട്സ് എന്ന് പറഞ്ഞാൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഇനിയും ചില റെസ്റ്റിംഗ് സ്പോർട്സുകൾ ഉണ്ട്, ഹിപ്നോസ്പോർട്സ്, അതേപോലെ തന്നെ എക്കിനെറ്റ്സ് എന്നൊക്കെ പറയുന്ന ചില റെസ്റ്റിംഗ് സ്പോർട്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം പ്രധാനമായിട്ടും asexual reproduction that is affected by zoospores or aplanospores, mainly zoospores. കൂടുതലും ആൽഗയിൽ asexual reproduction നടക്കുന്ന സൂസ്പോർട്സ് വഴിയാണ്. ഇനി അടുത്തത് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് പോകാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ പ്രത്യേകത എന്താണ്? 2 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. എന്താണ്? ഒന്ന്, there is gamete formation എന്നുള്ളത്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ആർ ഫോംഡ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. രണ്ടാമത്തെ എന്താണ്? there is gamete union. എന്താണ് gamete union എന്ന് പറയുന്ന പേര്? yes, it is syngamy. നമ്മൾ പഠിച്ചത്. അപ്പോൾ ആൽഗൽ മെമ്പേഴ്സിന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതെങ്ങനെയാണ് നടക്കുന്നത്? by the formation of so-called gametes, the male and female gametes. Male gamete നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ട് കാണുമല്ലേ? ഇങ്ങനെയാണ് മെയിൽ ഗമീറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വട്ടം ഇട്ടിട്ട് ഒരു ആരോയാണ് മുകളിലേക്ക്, അപ്പോൾ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ്, കുന്തം പോലെ നിൽക്കുന്നതാണ്. അതാണ് മെയിൽ. ഇനി ഫീമെയിലിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ആ സിറ്റുവേഷൻ നമുക്കറിയാം. എന്താണ്? ഒരു വട്ടമൊക്കെ ഇട്ടിട്ട് ഒരു ക്രോസ് ചിഹ്നമാണ്. അത് മിക്കവാറും പുരുഷായിരിക്കും അല്ലേ? അതാണ് ഫീമെയിൽ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടി. അത് യുണൈറ്റ് ചെയ്ത് സൈഗോട്ടുണ്ടാകും. അത് ആ യൂണിയൻ പറയുന്ന പേരാണ് സിംഗാമി. 3 തരത്തിലുള്ള സിംഗാമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആൽഗൽ മെമ്പേഴ്സിൽ. ചില ക്ലാമിഡോമോണ സ്പീഷീസുകളിൽ ഐസോഗാമി എന്ന് പറയുന്ന ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് വരുന്നത്. എന്താണ് പ്രത്യേകത? show you, please listen. Isogamy is a type of syngamy in which the fusion takes place between similar gametes. ഒന്ന് ശ്രദ്ധിച്ചേ, ഇതൊരു മെയിൽ ഗമീറ്റ് ആണ്, ഇതൊരു മെയിൽ ഗമീറ്റ്, ഇതൊരു ഫീമെയിൽ ഗമീറ്റ്. മോർഫോളജിക്കലി സിമിലർ ആണ് ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്. ഇത് ഫങ്ഷണലി ഡിഫറെന്റ് ആണ്. ദിസ് ഈസ് ദ മെയിൽ ഗമീറ്റ് ആൻഡ് ദിസ് ഈസ് ദ ഫീമെയിൽ ഗമീറ്റ്. ഇത് രണ്ടും ഒരേപോലെയാണ്. മോർഫോളജിക്കലി ദേ ആർ സിമിലർ. ദ ഫ്യൂഷൻ ഈസ് കോൾഡ് ഐസോഗമി. ഐസോ മീൻസ് സെയിം. സിമിലർ
സൈസ് ആൻഡ് ഷേപ്പ് ഉള്ള ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് ഐസോഗാമി, അല്ലെങ്കിൽ നമ്മൾ പറയും ഐസോഗാമസ് ടൈപ്പ് ഓഫ് ഫ്യൂഷൻ ആണ് ഐസോഗാമസ്. ഇനി മറ്റൊരു കേസില് അത് ക്ലാമിഡോമോണാസിന്റെ തന്നെ എക്സാമ്പിൾ ക്ലാമിഡോമോണാസ് ഐസോഗാമി. ഇനി ക്ലാമിഡോമോണാസിന്റെ തന്നെ മറ്റ് ചില സ്പീഷീസുകളിൽ അനീസോഗാമിയാണ് നടക്കുന്നത്. അവിടെ എന്താണ് പ്രത്യേകത? അവിടെ മെയിൽ ഗമീറ്റ് ദാറ്റ് ഈസ് സ്മോൾ ആൻഡ് മോട്ടൈൽ. മെയിൽ ഗമീറ്റ് സ്മോൾ ആണ്, മോട്ടൈൽ ആണ്. The female gamete is large and motile. Then it is called anisogamy. Dissimilar gametes in the fusion ആണ് anisogamy, anisogamous എന്ന് പറയും. അപ്പോൾ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം anisogamy എന്ന് പറയുന്നത്? It is a type of syngamy in which the fusion takes place between two dissimilar gametes. പഠിച്ചു വെച്ചേ. Anisogamy is a type of syngamy in which the fusion takes place between two dissimilar gametes. ഇനി ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് called ugami. എന്താണ് അതിന്റെ പ്രത്യേകത? Ugami is a type of syngamy in which one gamete that is very active, motile and small. നമ്മൾ നേരത്തെ എടുത്ത എന്താ പറയുന്നത് മെയിൽ ഗമീറ്റ് അല്ലേ? അത് മൊട്ടൈൽ ആണ്, ആക്റ്റീവ് ആണ്, ചെറുതാണ്. And ഇവിടെ female gamete that is non-motile and big. Non-motile and big. ഫീമെയിൽ ഗമീറ്റിന്റെ പ്രത്യേകത അത് non-motile ആണ്, big ആണ്. And here the syngamy is called ugami, ugamous type of sexual reproduction എന്ന് നമ്മൾ പറയും. ugamous. ക്ലിയർ ആണോ? നമ്മൾ മൂന്ന് തരത്തിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ആൽഗെ പറയുകയാണ്. ഒന്ന് ഐസോഗാമസ് ടൈപ്പ്, ഒന്ന് അനൈസോഗാമസ് ടൈപ്പ്, ഒന്ന് ഉഗാമസ് ടൈപ്പ്. വോൾവോക്സ്, ഫ്യൂക്കസ് തുടങ്ങിയ ആൽഗൽ മെമ്പേഴ്സിൽ ഉഗാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ക്ലാമിഡോമോണാസിന്റെ ചില സ്പീഷീസിൽ അനൈസോഗാമിക് ആണ്, ക്ലാമിഡോമോണാസിന്റെ മറ്റ് ചില സ്പീഷീസിൽ ഐസോഗാമിക് ആണ്. അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള സെക്ഷൽ ഫ്യൂഷനും ആൽഗൽ മെമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നോക്കിക്കേ, റീപ്രൊഡക്ഷൻ, ആൽഗയുടെ റീപ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ആൽഗയെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മൂന്ന് തരത്തിലാണ്. ഏതൊക്കെയാണ്? ഒന്ന് വെജിറ്റേറ്റീവ് രീതിയിൽ. അതെങ്ങനെയാണ് നടക്കുന്നത്? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. എന്താണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പേരന്റ് ഇൻഡിവിജ്വല് പല ഫ്രാഗ്മെന്റുകളായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ഫ്രാഗ്മെന്റും ഓരോ ഇൻഡിവിജ്വലായിട്ട് മാറുന്നു. ഇനി രണ്ടാമത്തത് വെജിറ്റേറ്റീവ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതെങ്ങനെയാണ് നടക്കുന്നത്? അത് ചില സ്പെഷ്യലൈസ്ഡ് സ്പോർട്സ് ഉണ്ടാകുന്നത് വഴിയാണ്. ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് സ്പോർട്സ്? മോട്ടൈൽ ആയിട്ടുള്ള സൂസ്പോർട്സോ നോൺ മോട്ടൈൽ ആയിട്ടുള്ള അപ്ലാനോസ്പോർട്സോ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ബൈ ദ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. എത്ര തരത്തിലുള്ള ഗമീറ്റ് ഉണ്ടാകുന്നുണ്ട്? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഉണ്ടാകുന്നുണ്ട്. ഇനി അവിടെ തന്നെ ആ ഫ്യൂഷൻ മൂന്ന് തരത്തിൽ നടക്കാം. That is the fusion of similar gametes, fusion of dissimilar gametes. അതിൽ തന്നെ if the fusion that takes place between the small active male gamete and the large and non-motile female gamete, it is called ugami. ഇനി ഈ ക്ലാസ്സിൽ എക്കണോമിക് ഇമ്പോർട്ടൻസും കൂടിയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. പക്ഷെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നില്ല. കാരണം നമ്മളിനി വിവിധ ഗ്രൂപ്പുകൾ പഠിക്കാനായിട്ട് പോവുക, ക്ലാസിഫിക്കേഷനിലേക്ക് പോവുക. ആൽഗയുടെ തന്നെ ക്ലാസിഫിക്കേഷനാണ് അടുത്ത ക്ലാസ് നമ്മൾ പറയുന്നത്. മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലോറോഫൈസ് ഓർ ഗ്രീൻ ആൽഗെ, ഫെയറോഫൈസ് ഓർ ബ്രൗൺ ആൽഗെ, റോഡോഫൈസ് ഓർ റെഡ് ആൽഗെ. പേടിക്കണ്ട, അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് സാർ പഠിപ്പിച്ചോളാം. അപ്പോൾ അവിടെ ഓരോ ഗ്രൂപ്പിലും ആ ആൽഗൽ മെമ്പേഴ്സിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് സാർ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷൻ ആവും. അത് കഴിയുമ്പോൾ നമ്മൾ ഓൾ ടുഗദർ ആൽഗൽ ഗ്രൂപ്പിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ യു വിൽ ബി ഇൻ എ പൊസിഷൻ ടു ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഗ്രൂപ്പ് ആൽഗെ, അതിന്റെ ഹാബിറ്റാറ്റ്, അതിന്റെ താലസ് ഓർഗനൈസേഷൻ അല്ലെ, അതിന്റെ റീപ്രൊഡക്ഷൻ, യൂക്കാരിയോട്ടിക് ആണെന്നുള്ള കാര്യങ്ങൾ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് കൃത്യമായിട്ട് വെച്ചെടുക്കുക. ഓക്കെ, താങ്ക് യു.